ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഉന്നത തലത്തിലെ ഗൂഢാലോചന അന്വേഷണ പരിധിയിലേക്ക്. നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിനും മുൻ പ്രസിഡന്റ് N വാസുവിനുമെതിരെ ഇന്നലെ ഹൈക്കോടതി നടത്തിയ പരാമർശങ്ങളാണ് അന്വേഷണം തലപ്പത്തേക്ക് തിരിയാൻ വഴിയൊരുക്കിയത്. PS പ്രശാന്തിനെ പ്രതി ചേർക്കാനും N വാസുവിനെ അറസ്റ്റ് ചെയ്യാനും കഴിയുന്ന തരത്തിൽ ഗുരുതരമായ കണ്ടെത്തലുകളാണ് ഹൈക്കോടതി ഉത്തരവിലുള്ളത്. അതേസമയം മുരാരി ബാബുവിനെയും സുധീഷ് കുമാറിനെയും വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കത്തിലുമാണ് SIT. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് പ്രത്യേക സംഘം സമർപ്പിച്ച അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പരിശോധിച്ച ശേഷം ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവാണിത്. സ്വർണ്ണക്കൊള്ളയിൽ ഇതുവരെ കൈകഴുകി നടന്ന PS പ്രശാന്തിനെ ചുറ്റിനുമിട്ട് പൂട്ടുന്ന നിരീക്ഷണങ്ങളാണ് ഹൈക്കോടതി ഇന്നലെ നടത്തിയത്. ശബരിമലയെ നിരീക്ഷണ പരിധിയിൽ നിർത്തിയിരിക്കുന്ന ഹൈക്കോടതിയുടെ അടക്കം കണ്ണുകെട്ടി ഈ ദ്വാരപാലക പാളികൾ വീണ്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തയക്കാൻ ഇപ്പോഴത്തെ ബോർഡ് തിടുക്കം കാട്ടിയെന്ന് ഹൈക്കോടതി ഈ ഉത്തരവിൽ വിലയിരുത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ മിനിറ്റ്സിൽ ക്രമക്കേട് കാട്ടിയെന്ന് ഹൈക്കോടതി കണ്ടെത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് 2025 വീണ്ടും ദ്വാരപാലക പാളികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം കൊടുത്തുവിടാനുള്ള തീരുമാനം ഈ മിനിറ്റ്സിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. അത് ഗുരുതരമായ ക്രമക്കേടായിട്ടാണ് ഹൈക്കോടതി വിലയിരുത്തുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ കൂടുതൽ സ്വർണമുണ്ടെന്ന് അറിഞ്ഞിട്ടും തുടർ നടപടി സ്വീകരിക്കാതിരുന്ന N വാസുവിന്റെ സമീപനം ഗുരുതരമായ അനാസ്ഥയാണെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ. ദ്വാരപാലക ശില്പങ്ങൾ 2019 സ്വർണം പൂശിയ ശേഷം 476 ഗ്രാം സ്വർണമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അധികമായി കയ്യിൽ കിട്ടിയത്. അധികമായി വന്ന സ്വർണം തൻ്റെ കയ്യിലുണ്ടെന്നും അത് ഒരു നിർധന പെൺകുട്ടിയുടെ വിവാഹാവശ്യത്തിന് ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് എന്നും അറിയിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിന് ഒരു ഇമെയിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് തന്നെയാണ് ആ ഇമെയിൽ അയച്ചത്. അന്ന് പ്രസിഡന്റായിരുന്നത് N വാസുവാണ്. പക്ഷേ N വാസു ചെയ്തത് തിരുവാഭരണം കമ്മീഷണറോട് ഇതിലുള്ള മറുപടി തേടുക മാത്രമാണ്. ദേവന്റെ മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കൈവശം ഉണ്ടായിരുന്നു എന്നറിഞ്ഞിട്ടും അതിൽ കൃത്യമായി നടപടിയെടുത്തില്ല എന്നതാണ് ഹൈക്കോടതി N വാസുവിന്റെ കാര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്നത്. മറ്റൊരു വലിയ തട്ടിപ്പ് നടന്നിരിക്കാനുള്ള സാധ്യതയും ഹൈക്കോടതി ഉത്തരവിൽ സൂചിപ്പിക്കുന്നുണ്ട്. ശ്രീകോവിലിന്റെ പഴയ വാതിൽ സൂക്ഷിച്ച രീതിയെ സംശയത്തോടെയാണ് ഹൈക്കോടതി വീക്ഷിക്കുന്നത്. അപ്പോൾ ആ പഴയ വാതിൽ തന്നെയാണോ അവിടെ കണ്ടെത്തിയത് എന്നുള്ളൊരു സംശയമാണ് ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഉന്നതരിലേക്ക് കടക്കാൻ ശങ്കിച്ചു നിൽക്കുന്ന പ്രത്യേക അന്വേഷണ സംഘത്തിന് വഴിതെളിച്ചു കൊടുത്തിരിക്കുകയാണ് ഹൈക്കോടതി. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം, കൊച്ചി.